2020 ഉണ്ടല്ലോ, അത് ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ്. എൻ ഡി എയുടെ 19 സീറ്റുകളിലാണ് 2020 മത്സരിക്കുന്നത്. അതും എനിക്ക് നോക്കിയപ്പോൾ തോന്നിയത് അതും വലിയ രാഷ്ട്രീയ ബന്ധമൊന്നും പുലർത്താത്ത സ്ഥാനാർത്ഥികളാണ് ഈ 2020 പരീക്ഷണത്തിന് ഇറക്കിയിരിക്കുന്നത്. അവിടെയാണ് സംശയം. അത് 2020യുടെ കാര്യത്തിൽ ഞാനും അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ പോലെ, അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പാലക്കാട് മണ്ഡലം പോലെ BJPയുടെ കാൻഡിഡേറ്റ് ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള ഒരു കാൻഡിഡേറ്റ് നിൽക്കുകയായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലം 2020ക്ക് കൊടുക്കുന്നു. കൊടുങ്ങല്ലൂർ പോലെ ഒരു A ക്ലാസ് മണ്ഡലം 2020ക്ക് കൊടുക്കുന്നു. അതുകൂടാതെ മറ്റ് 17 മണ്ഡലങ്ങളും. എന്നാൽ 2020 അഖിൽമാരാരെ പോലും തൃപ്പൂണിത്തറയിൽ ഇടുന്നില്ല എന്നുള്ളതാണ് അതിലും അത്ഭുതകരമായ കാര്യം. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം 2020 ഈസ് എ വെരി ലോക്കൽ പാർട്ടി. ലോക്കൽ പാർട്ടിയെ നമ്മൾ കഴിഞ്ഞ തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും കണ്ടതാണ് അവർക്ക് എത്ര സ്വാധീനം ബാക്കി എല്ലാ സ്ഥലത്തുണ്ടെന്നുള്ളത്. കാര്യം ശരിയാണ്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ NDAക്ക് 6% വോട്ടാണ് എറണാകുളം ജില്ലയിൽ കിട്ടിയത്. പക്ഷേ ആ 6% വോട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തൃപ്പൂണിത്തറയിൽ നിന്നാണ്. ആ തൃപ്പൂണിത്തറ സീറ്റ് ഒരു വിന്നബിൾ സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് കൊടുത്ത് ഇതൊരു പ്രഹേളികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 2020 ആയിട്ടുള്ള അലയൻസും അതുകൂടാതെ ഈ 19 സീറ്റ് കൊടുത്തതും അതിൽ തന്നെ പ്രത്യേകിച്ച് തൃപ്പൂണിത്തറയും കൊടുങ്ങല്ലൂരും കൊടുത്തതും എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പേഴ്സണലി ഐ ഒബ്ജക്റ്റ് ടു ദാറ്റ്. കാരണം അവിടെ ഉണ്ടാകുന്ന കാഡേഴ്സിന്, BJP കാഡേഴ്സിന്, സംഘ് പരിവാർ കാഡേഴ്സിന് എല്ലാത്തിനും വലിയ വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അവർക്ക് ഒരുപക്ഷെ തുറന്നു പറയാൻ പറ്റില്ല. എനിക്ക് തുറന്നു പറയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, വളരെ തെറ്റായ നടപടിയായി പോയി ഇത്തരം കാര്യങ്ങൾ. ഇതുപോലെ പല സീറ്റുകളും ഉണ്ട് കേട്ടോ. അതായത് ഈ 19 സീറ്റ് 2020ക്ക് കൊടുത്തത് NDAക്ക് പറ്റിയ വന്ന വലിയൊരു വീഴ്ചയാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് NDAക്ക് 19 സീറ്റ് NDAയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് എടുത്തുള്ള 2020ക്ക് കൊടുത്തത് തീർത്തും തെറ്റായിട്ടൊരു കാര്യമാണ്. കാരണം 14 സീറ്റാണ് പരമാവധി എറണാകുളം ജില്ലയിലുള്ളത്. ആ 14 സീറ്റിൽ 10-12 സീറ്റ് പരമാവധി കൊടുത്ത് ബാക്കി തൃപ്പൂണിത്തറ പോലുള്ള സീറ്റുകൾ കൈവശം വയ്ക്കുകയാണ് BJP ചെയ്യേണ്ടിയിരുന്നത്. എനിക്കറിയില്ല ഇവരുടെ എന്താണ് തന്ത്രമെന്ന്. പക്ഷേ സാമാന്യബോധമുള്ള, കേരളത്തിൽ ഇത്രയും നാളും ജീവിച്ച, ഇപ്പോഴും സാമാന്യ ജനങ്ങളുമായിട്ട് നിത്യേന ഇടപഴകുന്ന, കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ സാമാന്യം നന്നായിട്ട് യാത്ര ചെയ്യുന്ന, പരിചയപ്പെടുന്ന, എല്ലാം സാമാന്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എനിക്ക്, ഞാനിതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മാസത്തിൽ 10 ദിവസം 12 ദിവസമെങ്കിലും ഞാൻ യാത്ര ചെയ്ത് എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. കയ്യിലിരുന്ന വിജയമാണത്. തൃപ്പൂണിത്തറയും കൊടുങ്ങല്ലൂരും എല്ലാം കയ്യിലിരുന്ന വിജയം. ഇത് നഷ്ടപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാഡേഴ്സിനുള്ള വിഷമം വളരെ കൂടുതലാണ്. അതുകൂടി മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുന്നത്. ഈ റാന്നിയിലെ 2020യുടെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, സാമുവൽ തോമസ്, അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം കേട്ടതല്ലേ? ശബരിമല വിഷയത്തെയൊക്കെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് പറഞ്ഞത്. ആരെയും കരിവാരി തേക്കാനില്ല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞു, ശരിയാണ്. എന്നാൽ BJP നേതാക്കൾ ആരും അതിനോടൊരു പ്രതികരണം കേട്ടില്ല. ആകെ കുമ്മനം രാജശേഖരൻ മാത്രമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അതാണ് ഈ ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട സീറ്റുകൾ മുഴുവൻ ഇതേപോലെയുള്ള നവാഗതൻ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ യാതൊരുവിധ പക്വതയില്ലാത്ത ആൾക്കാർക്ക്. കാരണം BJP ഇത്രയും നാളും കൊണ്ടു നടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ശബരിമലയാണ്. അതിൽ 2 ഇഷ്യൂ ആണ് പ്രധാനപ്പെട്ടത്. വേണമെങ്കിൽ 3 ഇഷ്യൂ എന്ന് പറയാം. ഒന്ന് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അതിന് ആ കേസുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ, അതിനെ ഒന്നും തുടർച്ചയില്ലാത്തത്, പ്രതികളെല്ലാം പുറത്തു വന്ന കാര്യങ്ങൾ. 2 ശബരിമലയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ്. ആ അഫിഡവിറ്റിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരാതെ ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗത്തിൽ വഖഫ് ബോർഡിനും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് ശബരിമല കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളടക്കം ഉള്ള സമയത്ത്, കാരണം ഇതൊന്നും അറിയുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല അവിടെ നിൽക്കുന്നത്.